ഹലോ, ഞാൻ പിന്നെ ഒരു ഫെറുപ്പീര് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. കുറേ നാളായി അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എനിക്ക് ബോക്സുകളൊക്കെ ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും ഒരു വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കുറേയേറെ സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ ഞാൻ ഓർത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് അങ്ങനെ വീഡിയോ ആയിട്ട് വന്നതാണ്. കുറേ ഇല്ല വന്നിട്ട്. ഇത് കണ്ടോ, ആമസോണിൻ്റെ ഒരു ബെഡാ ബോക്സ്. ഇത് കണ്ട് എൻ്റെ തന്നെ കണ്ടു തള്ളിപ്പോയി. അപ്പം ആ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ചു കേട്ടോ. പൊട്ടിച്ച് ഞാൻ നോക്കി. എൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് ഇതിനകത്ത് എന്നാണ്. എനിക്കെപ്പോഴും ഇങ്ങനെ ബോക്സുകൾ ആമസോണിൻ്റെ ആണേലും നൂണിൻ്റെ ആണേലും ആരുടെ ആണെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പൊട്ടിച്ച് നോക്കാൻ വേണ്ടി. അങ്ങനെ പൊട്ടിച്ച കേട്ടോ. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം എന്താ വാങ്ങിച്ചതെന്ന് നോക്കാം. ഉണ്ടോ, ഇത്രേ സാധനങ്ങളുണ്ട്. പിന്നെ എനിക്ക് വേറൊരു പെട്ടി കൂടെ വന്നു കേട്ടോ. മറ്റൊരു പെട്ടി കണ്ടോ, സെഫോറയുടെ ഞാൻ പുതിയ എന്താ പറയണ്ടേ, സെഫോറയുടെ ഒരു പെട്ടിയും കൂടെ വന്നു. ഞാൻ സെഫോറയിൽ നിന്ന് കുറച്ചല്ല 2-3 സാധനങ്ങൾ വാങ്ങിച്ചു. അതും വന്നു. അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം കാണിച്ച് മറ്റുള്ളവരെ കൊതി പിടിപ്പിക്കുക, ഭ്രാന്ത് പിടിപ്പിക്കുക ഒക്കെ നല്ല കാര്യമല്ലേ. അപ്പോൾ എൻ്റെ പെട്ടിക്കകത്ത് തന്നെ ഒന്ന് നോക്കാം ഞാൻ എന്തൊക്കെ വാങ്ങിച്ചു എന്ന്. ചെറിയ ചുമയുണ്ടോന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ച സാധനം ബയോഡെർമയുടെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഉണ്ടോ, ബയോഡെർമ. ഇത് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതല്ല. ഇതിൽ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഇത് മുഴുവൻ എൻ്റെ സാധനങ്ങളാണ്. ഇതിനകത്ത് ജസ്റ്റിക്ക് ഒരു വകയില്ല. ജേഡുവിന് ഈ ഒരു സാധനമുണ്ട്. ഇനി അമ്മ ഒന്നും വിചാരിക്കണല്ലോ. ഇത് ജേഡുവിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ക്രീമാണ് ബയോഡെർമയുടെ. കാരണം ജേഡുവിന് ഇച്ചിരി ഡെർമറ്റോളജിക്കലി പ്രശ്നമൊക്കെ ഉള്ളു. ഡെർമറ്റോളജിക്കലി എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമായിപ്പോൾ അല്ലേ. അവന് ഇച്ചിരി സ്കിൻ ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിന് നല്ല പ്രൊമോഷൻ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. ബയോഡെർമയുടെ അല്ല മുടിഞ്ഞ റേറ്റ് ഈ സാധനത്തിന്. അപ്പോൾ ബയോഡെർമയുടെ ഒരു ക്രീം. പിന്നെ ഞാൻ വാങ്ങിച്ച മെയിൻ സാധനമാണ് ഗായ്സ്, ഇത് സെറാവയുടെ മോയ്സ്ചറൈസിങ് ക്രീം. ഇപ്പോഴത്തെ എന്താ പറയുന്നത്, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ക്രീം ഇതാ കേട്ടോ. ഇത് മാത്രമല്ല, ഞാൻ വേറെ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ അടുപ്പിച്ച് യൂസ് ചെയ്യുന്നൊരു ക്രീം ഇതാ സെറാവയുടെ. ഇത് എൻ്റെ ഓൾറെഡി ഒരെണ്ണമുണ്ട്. പക്ഷെ ഇത്ര വലിയ അണ്ടാവ് പെട്ടിയാന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും വലിപ്പമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എൻ്റെ ഇരിക്കുന്നതിനേക്കാൾ ഇച്ചിരി കുഞ്ഞ മോയ്സ്ചറൈസിങ് ക്രീം. ഇത് ഫോർ നോർമൽ ടു ഡ്രൈ സ്കിൻ എല്ലാവർക്കും പറ്റിയൊരു സാധനം കേട്ടോ. പിന്നെ നിങ്ങൾ ആമസോണിൽ റിവ്യൂ കണ്ടിട്ടുണ്ടോ ഈ സെറാവയുടെ പ്രോഡക്റ്റിനുണ്ടല്ലോ? ഇങ്ങനെയല്ലേ മറ്റേ എന്നാ കോസ്മെറ്റിക് ചാനൽസിനകത്തൊക്കെ ഓരോരുത്തർ നഖം വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സാധനം വാങ്ങിച്ചു, സെറാവയുടെ മോയ്സ്ചറൈസിങ് ക്രീം. ഇത് കുറേ ഉണ്ടല്ലോ, ഒരു വർഷം എനിക്ക് തേക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ പ്രാവശ്യം ഞാൻ സെറാവയുടെ കുറേ സാധനം വാങ്ങിച്ചു കേട്ടോ. എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ അല്ലെങ്കിൽ എന്നെ അറിയാവുന്നവർ ചാനലിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് അങ്ങനെ അധികം ചോദിക്കാറില്ല, എന്നാലും കുറച്ചൊക്കെ പേര് ചോദിക്കും. പക്ഷെ എന്നെ അറിയാവുന്നവരൊക്കെ ചോദിക്കാറുണ്ട് ഏറ്റവും നല്ല ബെസ്റ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റ് ഏതാണെന്ന്. ഞാൻ അവർക്ക് നിസ്സംശയം പറയാം, സെറാവയുടെ എല്ലാ സാധനങ്ങളും. അതല്ല, നിങ്ങൾ ആമസോണിലൊന്ന് കയറി നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ റിവ്യൂ പോയേക്കുന്ന ഒരു പ്രൊഡക്റ്റ് സെറാവ കേട്ടോ. ഇവരുമായിട്ട് എനിക്ക് പെയ്ഡ് പ്രൊമോഷൻസും പെയ്ഡ് പാർട്ണർഷിപ്പും ഒന്നുമില്ല. എന്നാലും ഞാൻ നല്ലൊരു സാധനമായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സ്കിന്നിന് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ വാങ്ങിച്ചത് ബയോഡെർമയുടെ ഒരു മെസ്ലർ വാട്ടറാണ്. ഇത് കണ്ടോ, ബയോഡെർമയുടെ. എൻ്റെ ഇരിക്കുന്ന ഗാർണിയറാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനമാണല്ലോ ഈ മേക്കപ്പ് റിമൂവർ എന്ന് പറയുന്നത്. കാരണം മുഖത്ത് മുഴുവൻ പൊട്ടിയാണല്ലോ. എന്ന് ഇപ്പം ഞാൻ പൊട്ടിയൊന്നും അടിച്ചിട്ടില്ല കേട്ടോ, നാച്ചുറലാണ്. പക്ഷെ ഒരു ചെറിയ ലിപ്സ്റ്റിക്ക് തേച്ചിട്ടുണ്ട്, അപ്ലൈ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡായിട്ട് പറയട്ടെ. അപ്പോൾ ബയോഡെർമയുടെ തന്നെ വാങ്ങിച്ചു. വാങ്ങിച്ചപ്പോൾ ഇച്ചിരി സ്റ്റാൻഡേർഡ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അടുത്ത സാധനം പിന്നെ വാങ്ങിച്ചത് നിവ്യയുടെ ഡിയോ. എൻ്റെ ഫേവറേറ്റ്. എനിക്ക് ഡിയോ ഇല്ലാതെ പറ്റത്തില്ല, എപ്പോഴും ഡിയോ. കാരണം നമ്മളല്ലേ വേർപ്പ് സ്മെല്ല് ചെയ്യത്തില്ലേ. അങ്ങനെ ഒരു ഡിയോ വാങ്ങിച്ചു. ഇത് നിവ്യയുടെ. കാരണം ഇനിയിപ്പോൾ ചൂടാണല്ലോ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഡിയോ അടിക്കണം. കാരണം ഉണ്ടല്ലോ, നമുക്ക് നമ്മളെ സ്മെല്ല് ചെയ്യത്തില്ലെങ്കിലും മറ്റുള്ളവർക്ക് നമ്മളെ നല്ല സ്മെല്ലായിരിക്കും. അത് തന്നെയല്ല, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യൻ സ്പൈസസ് ഫുഡുകൾ, ഇന്ത്യൻ മസാല ഉള്ള ഇന്ത്യൻ ഓയിലി ഫുഡ്, മസാലകളൊക്കെ ഉള്ള ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴല്ലോ നമുക്കറിയത്തില്ല, പക്ഷെ നമ്മളെ മറ്റുള്ളവർക്കൊരു സ്മെല്ല് ഫീൽ ചെയ്യും. സോ ബി കെയർഫുൾ. അപ്പോൾ നിങ്ങൾ ഡിയോ എവിടെയെങ്കിലുമൊക്കെ അടിക്കും. പിന്നെ അടുത്തത് വാങ്ങിച്ചത്
സത്യം ഇതിൻ്റെ ഈ എൻ്റെ വാട്സ് ഇൻ മൈ ബോക്സ് എന്നുള്ള സാധനം ജസ്റ്റ് വരുന്നതിന് മുമ്പ് ചെയ്യണം, അല്ലെ ജസ്റ്റിയുടെ കണ്ണ് തള്ളിപ്പോയി മാതിരി സാധനങ്ങളൊക്കെ കണ്ട്. പിന്നെ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് സാധനം വാങ്ങിച്ചു കേട്ടോ. അത് അതൊന്ന് ഞാൻ പൊട്ടിച്ച് നോക്കി. ഓ, എൻ്റെ മൂക്ക് കടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നത്. മൂക്ക് കടിക്കുന്നതിനാ ആരെങ്കിലും കുറ്റം പറയുമ്പോഴാണ് ഇത് ഈ ഒരു സാധനം. ഇതെന്നാന്നറിയാമോ? ഇത് കണ്ടോ, ഈ ഒരു സാധനം. ഇത് നമ്മൾ ഈ കഴുത്തിറങ്ങി ഉടുപ്പൊക്കെ ഡ്രസ്സൊക്കെ ഇടുകയല്ലേ, അപ്പോൾ ഇടാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ ഇത്. അപ്പോൾ പിന്നെ ഈ ഒരു സാധനം വാങ്ങിച്ചത്, ഇത് ക്യാമിസോൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനം. എനിക്കത് എല്ലാവർക്കും തന്നെ അറിയാവുന്ന തോന്നുന്നു. പണ്ടാരം മൂക്ക് ഭയങ്കര കടിയാണല്ലോ. എന്ത് ഭയങ്കര ആരെങ്കിലും എൻ്റെ കുറ്റം പറയുന്നതാണോ? ഞാൻ ഇവിടെ നിന്ന് ടൗലെടുത്ത് എൻ്റെ മൂക്ക് തുടച്ചത് എൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ക്യാമിസോളിൻ്റെ ഒരു 3 പാക്കറ്റ് പോയോ 3 പാക്കറ്റ് വാങ്ങിച്ചു. ക്യാമിസോൾ അല്ലെ ക്ലീവേജ് കവർ എന്നൊക്കെ നമ്മൾ പറയല്ലേ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി കഴുത്തിറങ്ങിയ ഇതാണ് ആ സാധനം. ഉണ്ടോ? ഇത് ഒത്തിരി പേര് യൂസൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇത് കണ്ടിട്ടൊരുമാതിരി കോണം പോലിരിക്കുന്നു. ഇത് അൺപാർലമെൻ്ററി അത് ഇതിനെ തെറി വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മൾ കഴുത്തൊക്കെ ഇറങ്ങിയ ഡ്രസ്സൊക്കെ ഇടുവാണെങ്കിൽ ഇത് കണ്ടോ, ഇത് നമ്മുടെ ബ്രേസറുമായിട്ട് ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ട് ഇത് ബ്രേസറിൻ്റെ സ്ട്രിപ്പിലോട്ട് ഇത് ചെയ്തിട്ട് ഉണ്ടോ, ഇങ്ങനെ പിന്നുണ്ട് ഇതിൽ, ഇങ്ങനെ പിൻ ചെയ്താൽ മതി. ഇത് ഉണ്ടോ, ഇത് ക്ലിപ്പ് ചെയ്താൽ മതി. പിന്നല്ല, ഇത് ക്ലിപ്പ് ചെയ്താൽ മതി. അപ്പോൾ 2 സൈഡിലും ഇത് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യും. ഇഷ്ടമുള്ള കളർ നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അതാകുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്. കാരണം ഉണ്ടല്ലോ, എനിക്ക് കുറേ ഡ്രസ്സുണ്ട്. ചിലപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴേ ഡ്രസ്സ് നല്ല അടിപൊളി ഉടുപ്പായിരിക്കും, പക്ഷേ ഉണ്ടല്ലോ കഴുത്തിറങ്ങിയോണ്ട് എനിക്ക് വലിയ പ്രശ്നം, എൻ്റെ ഇച്ചിരി കഴുത്ത് കയറുക. അപ്പോൾ എനിക്ക് ഭയങ്കര വൃത്തിയുടെ ചില ഡ്രസ്സൊക്കെ ഞാൻ അതിന് ഇന്നറൊക്കെ ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നർ തലതിരിച്ചിടുമായിരുന്നു ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത്. തിരിച്ചിടുമ്പോൾ സാധനം ഇന്നറിൻ്റെ പുറവശം കയറിയും ഫ്രണ്ട് വശം ഇറങ്ങിയല്ല. അപ്പോൾ ഞാൻ കഴുത്തിറങ്ങി ഉടുപ്പാണെങ്കിൽ ഇന്നർ തിരിച്ചിടും. അപ്പോൾ ഇന്നർ ഇത് ഇങ്ങനെ ഇരിക്കും ഇവിടെ, അപ്പോൾ കഴുത്ത് കാണത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള വിഷമമുണ്ട്. ഇനി അതോർത്ത് നിങ്ങൾ വേറെ പുതിയ ഡ്രസ്സ് വാങ്ങിക്കാതിരിക്കണ്ട. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അടിപൊളിയായിരിക്കും, കഴുത്തിറങ്ങിയതാണെന്ന് കരുതി വാങ്ങിക്കാതിരിക്കാൻ വിഷമിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പുതിയ സൊല്യൂഷനാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇത് ക്ലീവേജ് കവർ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. ക്യാമിസോൾ എന്നതിൻ്റെ ശരിക്കും പേര്, ക്ലീവേജ് കവർ. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു സാധനം. ഇതിൻ്റെ പല കളറുണ്ട് കേട്ടോ. ഇതിൻ്റെ ക്രീമുണ്ട്, നാഗവല്ലി നോക്കുന്നില്ല, ഇതിൻ്റെ വൈറ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു പിങ്ക് കളറും കൂടെ ഉണ്ട്, കാണുന്നില്ല. അപ്പം ഈ ഒരു സാധനം. പിന്നെ അടുത്തത് സെറാവയുടെ തന്നെ ഇത് സെറാവയുടെ പിന്നെയും ക്ലെൻസർ വാങ്ങിച്ചു കേട്ടോ. ഫേസ് വാഷ് തീർന്നായിരുന്നു. അപ്പോൾ സെറാവയുടെ ഒരു ക്ലെൻസർ വാങ്ങിച്ചു. സെറാവ കമ്പനിക്കാർ കാണുവാണെങ്കിൽ എനിക്ക് എന്താ പറയുന്നത് ഫ്രീ സാമ്പിൾ അയച്ചു തന്നേക്കണം കേട്ടോ. സെറാവയുടെ ഇത്ര സാധനം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇത് അവരുടെ ഒരു ന്യൂ പ്രോഡക്റ്റ് ആകട്ടെ, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പുതിയ ക്ലെൻസർ, നല്ല സാധനമാണ്. അപ്പോൾ സെറാവയുടെ ഒരു ക്ലെൻസർ. പിന്നെ ഞാൻ വാങ്ങിച്ചത് സെറാവയുടെ തന്നെ വേറൊരു ഐ റിപ്പയർ ക്രീം. ഐ റിപ്പയർ ചെയ്യും. ഐക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇത് റിപ്പയർ ചെയ്യത്തില്ല. നമ്മുടെ കണ്ണിനടിയിലത്തെ ഡാർക്ക് സർക്കിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സാധനമാണ് സെറാവയുടെ. ഉണ്ടോ, കിടക്കാച്ച സാധനമാണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ട് ഇനി യൂസ് ചെയ്ത് നോക്കണം. എൻ്റെ കണ്ണിനടിയിലൊക്കെ ചെറിയൊരു ഉണ്ടോ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് പുതിയ എണ്ണം വാങ്ങിച്ചതാണ്. B3 വൈറ്റമിൻസ്, മിനറൽസും മോളിക്യൂൾസും ഒക്കെ ഉണ്ടെന്ന് തോന്നിയതിനകത്ത്. അപ്പോൾ ഈ ഒരു സാധനം സെറാവയുടെ എന്ത് സാധനങ്ങൾ വാങ്ങിച്ചല്ലേ, കുറേ വാങ്ങിച്ചില്ല ഞാൻ. പിന്നെ ഞാൻ വാങ്ങിച്ചു മോയ്സ്ചറൈസിങ് ക്രീം. ഞാൻ ശരിക്കും പറഞ്ഞൊരു മോയ്സ്ചറൈസിങ് ക്രീമിൻ്റെ ഒരു വീഡിയോ ആണ്. മോയ്സ്ചറൈസിങ് ക്രീം അല്ല, സൺസ്ക്രീനിൻ്റെ. ഇപ്പം നല്ല വെയിലൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു സൺസ്ക്രീൻ, അത് സെറാവയുടെ തന്നെ വാങ്ങിച്ചു കേട്ടോ. ഇത് കണ്ടോ, സെറാവയുടെ സൺസ്ക്രീൻ ഇതാണ് വാങ്ങിച്ചത്. ഇത് ഹൈഡ്രേറ്റിംഗ് മിനറൽ സൺസ്ക്രീൻ 50+, SPF 50, PA+++, ലൈറ്റ് വെയിറ്റ് ആണ്, നോൺ ഗ്ലോസറി ഫീലാണ്, അങ്ങനെ ബ്ലാ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് കൊള്ളാം. എന്നോട് ഈയിടെ എല്ലാവരും ചോദിച്ചു ഏറ്റവും നല്ലൊരു സൺസ്ക്രീനാണ്. ശരിക്കും പറഞ്ഞാൽ യുടെ ക്ലൈമറ്റ് പറ്റിയ ഒരു സൺസ്ക്രീനാണ് കേട്ടോ സെറാവയുടെ. ഞാൻ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാം സൺസ്ക്രീനെ കുറിച്ച്. അപ്പോൾ സെറാവയുടെ സൺസ്ക്രീൻ, സെറാവയുടെ തന്നെ എന്തേരം വാങ്ങിച്ചു, 1, 2, 3, 4, 5, 6 കള്ളന്മാർ 5 എന്നൊക്കിയിട്ട് കുറേ വാങ്ങിച്ചു. പിന്നെ അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഇത് ആമസോണിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഉണ്ടോ, മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ഈ ഒരു സാധനം ആമസോണിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട്, സത്യം ഞാൻ മാക്കിൻ്റെ ഒക്കെ ഞാൻ ഇന്നാളും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇങ്ങനത്തെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ നേരിട്ട് പോയി വാങ്ങിക്കുന്നത് നല്ലത്.
പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇതെൻ്റെ 4ാമത്തെ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. മാറ്റ് ലിപ്സ്റ്റിക്. ഏതിൻ്റെയാണ് ഇത്? മെഹറിൻ്റെ. കാണാമോ നിങ്ങൾക്ക്? ഇത് കണ്ടോ? മെഹർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് മാക്കിൻ്റെ. ഇത് ഞാൻ ഒത്തിരി യൂസ് ചെയ്യുന്നത്. ഞാൻ ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി ഇട്ട ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന്. അത് ഈ ഷെയ്ഡാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് നന്നായിട്ട് ചേരുന്നൊരു കളറാണ്. ഇത് ഞാൻ മാക്കിൻ്റെ ഷോപ്പിൽ നിന്ന് ആദ്യം മുടിഞ്ഞ പണ്ടാടക്കാനായിട്ട്, വാട്ട് ഈസ് ദിസ്? മുടിഞ്ഞ കടിയാണല്ലോ. അപ്പോൾ ഇതായതുകൊണ്ട്, ഇത് ഞാൻ നേരത്തെ വാങ്ങിച്ചതായതുകൊണ്ട് വാങ്ങിച്ചത് കേട്ടോ. അതല്ലെങ്കിൽ ആമസോണിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ പണി കിട്ടും കേട്ടോ. എൻ്റെ ലിസിപ്പ് എൻ്റെ ലിസിപ്പ് കണ്ടോ? ഇത് ഈ ഒരു സാധനം. പിന്നെ അടുത്ത സാധനം, ഞാനൊരു പെർഫ്യൂം വാങ്ങിച്ചു. കാൽവിൻ കെല്ലിൻ്റെ ഒരു പെർഫ്യൂം. പൊട്ടിച്ചിട്ടൊന്നുമില്ല. പുതിയൊരു സാധനം. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ട് വാങ്ങിച്ച കേട്ടോ. ആമസോണിൽ നല്ല പ്രൊമോഷൻ കണ്ട. ആമസോണിൽ നമ്മൾ യൂസ് ചെയ്ത സാധനം ഇടയ്ക്കെല്ലാം കയറി നോക്കണം. ആമസോണിൽ നമ്മളെ പഴപ്പിക്കാൻ വേണ്ടി ഓരോ സാധനം ഇടും. അങ്ങനെ ഞാൻ വാങ്ങിച്ചൊരു സാധനമാണ്. ഇതിന് നല്ല പ്രൊമോഷൻ കണ്ടപ്പോൾ, ഇനി ചെയ്തിട്ട് എൻ്റെ കാല് മരയ്ക്കുന്നു ഗായ്സ്. പ്രൊമോഷൻ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഓഹോ, മണം ഇവിടെ തന്നെ എനിക്ക് അടിക്കുന്നുണ്ട്. എനിവേ, ഈ ഒരു സാധനം ഇത് പൊട്ടിച്ചൊന്നും കാണിക്കണ്ടല്ലോ. കാണണോ? ആരെങ്കിലും പൊട്ടിച്ച് എൻ്റെ നഖം പോകുന്നേ. എന്തുവാ അല്ലേ? മോനെ, വാവ്. ഇതാണ് പെർഫ്യൂം, കാൽവിൻ കെല്ലിൻ്റെ. ഇത് ഒറിജിനൽ പ്രൈസിന് വാങ്ങിക്കണം, മുടിഞ്ഞ റേറ്റ്. അപ്പോൾ ആമസോണിൽ പ്രൊമോഷൻ വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടില്ല, അപ്പം അടിച്ച് നമ്മൾ കൊള്ളാം. അപ്പോൾ ഈ ഒരു പെർഫ്യൂം വാങ്ങിച്ചത്. അടുത്തത് പിന്നെ ഞാൻ വേറൊരു പെർഫ്യൂം കൂടെ വാങ്ങിച്ചു. എനിവേ സെയിലല്ലേ, ഇത് ബോസിൻ്റെ. അപ്പോൾ ഇതിനും പ്രൊമോഷൻ കണ്ടുകൊണ്ട് വാങ്ങിച്ചത് കേട്ടോ. ബോസിൻ്റെ തന്നെ മാവി. എൻ്റെ അമ്മാവിയുടെ കടയിൽ എൻ്റെ മാവിയുടെ പെർഫ്യൂം ഇത് കേട്ടോ. ഇത് കേട്ടോ, ഈ പെർഫ്യൂം ബോസിൻ്റെ ഈ ബ്രാൻഡ്, ഇതിൻ്റെ പേര് മാവി. കൊള്ളാം അല്ലേ? നല്ല പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മാവിനെ ഞാനൊന്ന് വാങ്ങിച്ചു. മാവി ഞാൻ ഇതിനു മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മാവിക്ക് നല്ലൊരു എൻ്റെ കാൽവിൻ കെല്ലിനെ എന്താ മണം. അപ്പോൾ മാവിയുടെ ഒരെണ്ണം വാങ്ങിച്ച് ഇത് പൊട്ടിക്കാം. എന്ത് കണ്ടാലും എനിക്കത് പൊട്ടിച്ച് നോക്കണം. ജസ്റ്റിയാണേ ഒരു സാധനം കിട്ടിയാൽ പൊട്ടിക്കത്തും ഇല്ല, ഉപയോഗിക്കത്തില്ല. ഈടെ ജസ്റ്റിയുടെ ഞാൻ വീഡിയോക്കകത്ത് കാണിച്ചില്ലായിരുന്നു. ജസ്റ്റിയുടെ പെട്ടി അടിക്കപ്പം, അല്ല കബോർഡ് അടിക്കപ്പം ഇതേ കിടക്കുന്ന അതിനകത്ത്. മോനെ ഇപ്പം താഴ്ന്നു പൊട്ടിയനല്ലോ. ഇതെവിടെ ബോസൊന്നും എഴുതിയിട്ടുണ്ട്? എവിടെ ഇന്നാളത്തേനും എവിടെയോ ബോസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ചാത്തനാണോ? അല്ല ഇതല്ലേ, കാണാമോ? ഇവിടെ ബോസ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഓ, ഇത് വേറെ അടാറ് സാധനം. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ബ്രാൻഡഡ് സാധനം നല്ല പ്രൊമോഷൻ കിട്ടണം. അപ്പം ചാടിക്കറി അങ്ങ് കാട്ടിലിട്ട് വാങ്ങിച്ചേക്കണം, പിന്നെ വെയിറ്റ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു സാധനം പെർഫ്യൂം വാങ്ങിച്ചു കേട്ടോ. പെർഫ്യൂം വന്ന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. എനിക്ക് ഭയങ്കര ചിലവുള്ള സാധനമാണ് പെർഫ്യൂംസ്. അടുത്ത വന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതൊരു സൺസ്ക്രീൻ, ഇതൊരു സൺസ്ക്രീൻ തന്നെയാണ്. ലാ ഹോഷ് പോസയുടെ സൺസ്ക്രീൻ. ഇത് കുറേ നാളായിട്ട് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നിട്ട് ലാസ്റ്റ് വാങ്ങിച്ച സാധനം കേട്ടോ. ലാ ഹോഷ് പോസെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഒരു ഫേമസ് ഫ്രഞ്ച് പ്രോഡക്റ്റാണ്. അവർ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ലാ ഹോഷ് പോസെ എന്ന്. നമ്മളിതിന് പ്രൊനൗൺസ് ചെയ്യുന്ന ലാ റോച്ചെ പോസെ അങ്ങനെ. ഇത് ഫ്രഞ്ച് ആയതുകൊണ്ട് എനിക്കത് ഫ്രാൻസിലൊരു സ്ഥലത്തിൻ്റെ ഒക്കെ പേര് ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ലാ ഹോഷ് പോസയുടെ ഒരു സൺസ്ക്രീൻ. ഇത് SPF 50 PA++ UVA. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റിന് പറ്റിയൊരു സൺസ്ക്രീനാണ്. ഇത് ഫേമസ് ബ്രാൻഡാണ്, മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ്. കിടുക്കാച്ച സാധനമാണ്. അപ്പോൾ ഈ സെറാവയുടെ മുമ്പേ പറഞ്ഞ സെറാവയുടെയും അമേരിക്കൻ പ്രോഡക്റ്റാണ് കേട്ടോ. മറ്റേത് ഫ്രാൻസിലെ ഫേമസ് ബ്യൂട്ടി ആൻഡ് സ്കിൻ കെയർ പ്രോഡക്റ്റ്. ഇവരാണെങ്കിൽ അമേരിക്കയിലെ ഫേമസ് സ്കിൻ കെയർ പ്രോഡക്റ്റാണ് സെറാവെ. അമേരിക്കയിലെ മാത്രമല്ല, യൂറോപ്പിലെ ഫേമസ് ആയത് കേട്ടോ. പിന്നെയും ലാ ഹോഷെ പോസിയുടെ വേറൊരു സാധനം കൂടെ വാങ്ങിച്ചു കേട്ടോ ഞാൻ. ഇതൊരു വൈറ്റമിൻ C സീറം. ഇത് കണ്ടോ, ലാ ഹോഷെ പോസി.
ഇത് നല്ല ഇതെനിക്കൊന്ന് 180 ദിറംസും കണ്ട് ഇതിൻ്റെ വില. ഇത് നല്ല പ്രൊമോഷൻ വന്നപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചതാണ്. ഇത് സീറം, വൈറ്റമിൻ സി സീറമാണ്. വാങ്ങിക്കുമ്പോൾ നമ്മൾ അടാറ് സാധനമൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പോൾ അവരുടെ തന്നെ ലാഹോ ഷെപ്പോസിയുടെ ഒരു വൈറ്റമിൻ സി സീറം വാങ്ങിച്ചു. പിന്നെ അടുത്ത സാധനം എന്ന് പറയുന്നത് വീഷിയുടെ. എനിക്ക് തന്നെ ചിരി വരുന്നു. ഇതിന് ശരിക്കും ഇതൊരു വീഷിയുടെ എന്തോ ഇത് ഞാൻ വാങ്ങിച്ചത്. ഇതൊരു സൺസ്ക്രീനാണ് കേട്ടോ. സൺസ്ക്രീൻ്റെ അയ്യരുകളി എനിക്ക് ഇപ്പോൾ ചൂടൊക്കെ തുടങ്ങിയോണ്ട് പിന്നെ ഞാൻ ഓർത്തു കുറച്ച് നല്ല സാധനം വാങ്ങിച്ചു വെച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ചൂടൊക്കെ തുടങ്ങുമല്ലേ, പെട്ടെന്ന് തീരുന്നൊരു സാധനം. അപ്പോൾ വീഷിയുടെ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചു. ഇതും UVA ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അല്ലേ എനിക്ക് കണ്ടന്റ് കിട്ടണ്ടേ, തീർന്നു പോകത്തില്ലേ കണ്ടന്റ്. ഞാൻ ഇത്രയും നാൾ ഈ സാധനത്തിൻ്റെ പ്രൊനൗൺസ് ചെയ്തുകൊണ്ടിരുന്നതെന്നറിയോ, വിച്ചി. ഇങ്ങനെയല്ലേ വാങ്ങിക്കുള്ളൂ, VICHY. പക്ഷേ ഇത് ഇംഗ്ലീഷ്, ഇത് UK പ്രോഡക്റ്റ് ആണ്. ഇതവർ പ്രൊനൗൺസ് ചെയ്യുന്ന വിഷി. അപ്പം എനിക്ക് ചിരി വരുന്ന സാധനം വിഷി. ഇത് കണ്ടോ, വിഷിയുടെ ഒരെണ്ണം വാങ്ങിച്ചു. വിഷി നമ്മൾ അൽമലോസ് വിഷി എന്നൊക്കെ വേണം പറയാം. അപ്പോൾ വിഷിയുടെ ഒരു സൺസ്ക്രീൻ. ഞാൻ പറഞ്ഞില്ലേ സൺസ്ക്രീനിൻ്റെ അയ്യരകളിയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അടുത്ത സൺസ്ക്രീൻ. ഇതും ഒരു സൺസ്ക്രീൻ തന്നെ കേട്ടോ. ഇത് വാങ്ങിച്ചത് യൂസറിൻ്റെ തന്നെ ഒരു സൺസ്ക്രീൻ. ഇതൊക്കെ ഫേമസ് ബ്രാൻഡുകളാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ എന്താ പറയണ്ടേ, വാങ്ങിക്കുമ്പോൾ നമ്മൾ നല്ല വാങ്ങിച്ച് ഉപയോഗിക്കണമെന്നേ. അപ്പോൾ അങ്ങനെ ഇതും ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. ഇതും സൺസ്ക്രീനാണ്. UVA SPF 50 UVA BB ABCD Z++ ഒക്കെ ഉള്ളതാണ്. ഇതും കിടക്കാച്ചി സാധനമാണ്. ഇത് പക്ഷേ മെയ്ഡ് ഇൻ ജർമ്മനിയാണ് കണ്ടോ. എല്ലാം വരത്തന്മാരാണ്. അപ്പോൾ യൂസറിൻ്റെ സൺസ്ക്രീൻ ഞാൻ ഈ പ്രാവശ്യം ഫേമസ് 4 സൺസ്ക്രീൻ വാങ്ങിച്ചു കേട്ടോ. ഫേമസ് 4 ബ്രാൻഡ്. യൂസറിൻ, ലാഹോഷെപ്പോസി, യൂസറിൻ, പിന്നെ വിഷിയുടെ സൺസ്ക്രീൻ, സെറാവയുടെ. അപ്പോൾ ഞാൻ ഓർത്തി പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ ഈ ഇവന്മാരെ 4 വാങ്ങിക്കണമെന്ന് കുറേ കാലമായിട്ട് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വാട്ട്സ് ഇൻ മൈ പെട്ടി. എൻ്റെ സെഗ്മെൻറ്റ് തീർന്നു ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എനിക്കധികം പറഞ്ഞ് തീർപ്പിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വെക്കട്ടെ. കാരണം ഞാനൊരു സിനിമയ്ക്ക് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പോയിട്ട് വന്നിട്ട് വിശേഷങ്ങൾ പറയാട്ടോ. ഏതാ സിനിമ എന്ന് വേണേൽ പറഞ്ഞിട്ട് പോവാം. നമ്മളുടെ പൃഥ്വിരാജിൻ്റെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ ലേറ്റ് ആവാൻ പാടില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ എന്നെ സഹിക്കേണ്ടത് തന്നെ വരും. താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ വീഡിയോ എനിക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ. എനിക്ക് കമൻസിന് റിപ്ലൈ ചെയ്യാൻ ഒത്തിരി ഇഷ്ടം. ഒത്തിരി പേര് എനിക്ക് സ്ഥിരം കമൻറ്റ് ചെയ്യുന്നവരുണ്ട്. അവരോടൊക്കെ ഒത്തിരി താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും സാധനത്തിൻ്റെ റിവ്യൂ ആണ് എന്നോട് പറഞ്ഞത്, ഞാൻ കാശ് മുടക്കി വാങ്ങിച്ച് നിങ്ങൾക്ക് റിവ്യൂ ഇട്ടേക്കാം. ഇത് കാണുമ്പോൾ ഇനി ആരും പറഞ്ഞേക്കരുത് കാശിൻ്റെ കുന്തളിപ്പൊന്നും. അത് കാണുമ്പോൾ എനിക്ക് ചെറിയ സങ്കടം വരും. കാശിൻ്റെ ഞാനൊരു ലോല മനസ്സല്ല. കാശിൻ്റെ കുന്തളിപ്പൊന്നുമല്ല. നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് സാധനം വാങ്ങിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. കാരണം നമ്മൾ പരീക്ഷണം മുഖത്താണല്ലോ ചെയ്യുന്നത്, വേറൊരിടത്തും അല്ല. നമ്മുടെ സ്കിന്നിലൊക്കെ ചെയ്യുന്ന സാധനത്തിന് നല്ല സാധനം തന്നെ വാങ്ങിക്കണം. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മെസ്സേജിനൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ എല്ലാ മെസ്സേജിനും റിപ്ലൈ ചെയ്യാറുണ്ട്. ഇതൊക്കെ നോക്കി അറിയാം. അപ്പോൾ നിങ്ങൾ മെസ്സേജൊക്കെ അയയ്ക്കുക, നമുക്ക് കാണാം. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. പിന്നെ നമ്മൾ വേറെ പൊട്ടിക്കാനുണ്ടായിരുന്നൊരു സാധനം ഉണ്ടായിരുന്നു. സെഫോറയുടെ ഒരു അൺബോക്സിങ് വീഡിയോ. സെഫോറയുടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനകത്ത് വലിയ സാധനമൊന്നുമില്ല. ഭയങ്കര ഗുമട്ടിൽ വരുന്നോ എൻ്റെ കർത്താവേ, ചതിച്ചോ ദൈവമേ. ഇതുണ്ടോ, അങ്ങ് പാതാളക്കരണ്ടി പോലെ ഇവരെന്തോ ഫ്രീ സാമ്പിളൊക്കെ തന്നിട്ടുണ്ട്. കുറേ ഫ്രീ സാമ്പിളൊക്കെ ഉണ്ടല്ലോ അവന്മാരുടെ. ഞാൻ അവന്മാരുടെ വാങ്ങിച്ച സാധനമാണ് ഗായ്സ്. ഇത് 2 ലിപ്സ്റ്റിക് ഉണ്ടോ, 2 ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു അവന്മാരുടെ. ദൈവമേ, വന്നപ്പോൾ 2 ഒരു ഷെയ്ഡാണോ? സെറാവയുടെ 2 ലിപ്സ്റ്റിക് ആയിരുന്നു വാങ്ങിച്ചത്. അതാണ് സെറാവയുടെ പെട്ടിക്കകത്ത് വന്നത്. സെറാവയിൽ കുറേ നേരം ഞാൻ പറയുന്നില്ല. സെഫോറയിൽ ഇപ്പോൾ ഓൺലൈൻ പ്രൊമോഷനായിരുന്നു. അപ്പോൾ വാങ്ങിച്ചോ കേട്ടോ. ദൈവമേ, വന്നപ്പോൾ 2 ഒന്നാന്ന് തോന്നുന്നു. ഇതാ ഒരു ഷെയ്ഡ് കാണാമോ? ഇതിൻ്റെ ഷെയ്ഡിൻ്റെ പേരൊക്കെ ഞാൻ എവിടെ നോക്കി കണ്ടുപിടിക്കുക. ഇത് ഞാൻ നേരത്തെ യൂസ് ചെയ്തിരണം കേട്ടോ. പ്ലം തീരാറായി. ഇത് സെഫോറയുടെ തന്നെ പ്ലം 70 എന്ന് പറഞ്ഞിട്ടൊരു മാറ്റ് ഫിനിഷ് ലിപ്സ്റ്റിക്കാണ്. ഇത്രേ ഉള്ളൂ കേട്ടോ. വന്നപ്പോൾ കണ്ടോ, സൈസ് കണ്ടോ ഗായ്സ്. അടുത്തത് സെഫോറയുടെ തന്നെ, ദൈവമേ, റെഡ് കളർ എനിക്ക് ഏരിയയിൽ തോന്നുന്നു. വേറെ കേട്ടോ, ഇത് ഓൾവേസ് റെഡ് എന്ന് പറഞ്ഞിട്ട് സെഫോറയുടെ തന്നെ വേറെണ്ണം കാണോ. 14 എന്ന് പറഞ്ഞിട്ട്, ഓൾവേസ് റെഡ് 14 എന്ന് പറഞ്ഞിട്ട്
കണ്ടോ, യു ക്യാൻ സീ ഇത്. ഈ 2 സാധനമാണ് സെഫോറയുടെ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, സാധനം തീർന്നു. ഇനി അടുത്തത് ജസ്റ്റ് വരുന്നതിന് മുമ്പ് റിവ്യൂ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാൽ. അപ്പോൾ അത്രയും സാധനങ്ങളെ ഞാൻ വാങ്ങിച്ചുള്ളൂ. നന്ദി. വീണ്ടും വരിക അടുത്ത വീഡിയോയിൽ നമുക്ക് വേറെ കാണാം. ബൈ.